വീണ ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും. ഒന്ന് പോകട്ടെ എന്റെ പൊന്നമ്മച്ചി, ഞാൻ പുകഴ്ത്തുമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണേ ചേച്ചിയോട് വെച്ച് നോക്കിയേ. അല്ലേ അന്നക്കുട്ടിയെ? എടി അന്നക്കുട്ടിയെ. അമ്മച്ചി അന്നക്കുട്ടിയെ വിളിക്കണ്ട. അപ്പച്ചൻ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചന് മേടിക്കാനോ? എന്തിനാ അമ്മച്ചി തിരക്കുന്നത്? അല്ല, തേങ്ങ എടുത്തൊന്ന് തിരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു. നേരെ ഉച്ചയായി. മോളെ, ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആണോ അമ്മച്ചി? അയ്യോ, പാവം പെണ്ണ. ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നെ ചോദിച്ചേ? അല്ല, അതൊക്കെ ശരിയാ. എന്നാലും ഒരാളും തരൊക്കെ ഇല്ലയോ? അല്ല, അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ഇതാ അന്നക്കുട്ടി. അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുവന്ന് കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലെ ഇട്ട് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ വന്നേ? കാര്യം പറയട്ടെ. ആരെങ്കിലും ഇവിടെ ഇരിക്കേ. ഇതെന്തോ എവിടെ ഇരിക്കാം? അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടെങ്കിൽ വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ, അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാമല്ലോ. അയ്യോ വേണ്ട. അയ്യോ കുഞ്ഞു വേണ്ടമാരി, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ. അയ്യോ അയ്യോ, എനിക്ക് നോക്കണ്ട. നോക്ക് അന്നക്കുട്ടി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് നോക്കിയേ. അയ്യോ, ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ അമ്മച്ചി വഴക്ക് പറയും. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനാ പറഞ്ഞിട്ടുണ്ട് വരാൻ. ആരൊന്നും പറയൂല അന്നക്കുട്ടി. ചെല്ല് അന്നക്കുട്ടി. ഇതിട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത്. ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ, ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല. അയ്യോടാ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തൊക്കെ വെച്ച് തേച്ചോ? അയ്യേ അപ്പച്ച, അത് ഇവിടെയൊക്കെ ആയി. ഇനി ഉണ്ടോ, ഞാൻ തേച്ചുതരാം. കർത്താവേ, ധാര വന്നിരിക്കുന്നത് കേട്ടപ്പച്ച. അയ്യോ, കൊള്ളാവോ? കൊള്ളാവോന്നു അപ്പച്ച? വളരെ നന്നായിട്ടില്ലയോ? അയ്യോ, ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വയ്ക്കൂ? അന്നക്കുട്ടി, ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാൻ പറ്റില്ല. അമ്മച്ചും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയ സംസാരമൊക്കെ കേൾക്കുന്നു. ചെറിയ സംസാരം? ആരാ? ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല. നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരിയായിട്ടുണ്ട്. സത്യമാണോ? പിന്നെ ഈ രണ്ടടുത്ത് കൂടി ഒന്നടിച്ച് ഞാൻ കണ്ടു. തലേമേ വരുന്നിട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടമല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം. ഇതെങ്ങനെ എലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പോയിക്കോ, പോയിക്കോ. കുറച്ചും കൂടെ ഉള്ളതാ പോയിക്കോടി. ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പോക്കോ. അമ്മച്ചി, ഈ ഡ്രസ് എനിക്ക് ചേർച്ചയുണ്ടോ? എടി, നിങ്ങൾ ആര് പറഞ്ഞു വേഷം കേട്ടെ? ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാകാൻ നോക്കുകയാണോ? ആരെ കാണിക്കാനാടി ഇപ്പഴേ അങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, ഷേർലിക്കുഞ്ഞ് വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ അമ്മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അടിച്ചിട്ട് വെച്ച് ചട്ടയും മുണ്ട് എടുത്ത് എടുത്തോണം. എടാ, ഇത് നല്ല കൂട്ട്. മുതലാളി പറയുന്നത് ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയും മുണ്ട് ഇടാൻ. ഞാൻ ആര് പറയണ കേൾക്കണം? എലിക്കുട്ടി, എലിക്കുട്ടി. അമ്മച്ചി, അപ്പച്ചൻ കാപ്പ് പിടിക്കാനിരിക്കുന്നു. എലിക്കുട്ടി,
എവിടെ പോയി? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇവൾക്കെന്താ ചെയ്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി. ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു 4-5 കൊല്ലം മുമ്പേ ഡൈ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മളൊരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്നേ ആൾക്കാര് പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ടു ഒരെണ്ണത്തിന് കൊണ്ടുവന്ന് താ. നിരച്ചപ്പോഴാ ഒരു മുതുകത്ത്. അതിനിപ്പോ എന്തുണ്ടായി ഇവിടെ? എന്താ വേണ്ടേ? വിളിക്കാതെ കാര്യം പറ. റോയ്ക്ക് എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് തന്നോടൊരു ദേഷ്യമില്ല. വളരെ ശരിയാ, എന്ത് സമയമായിട്ടാ സംസാരിക്കുന്നേ. തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട. അതിന് വേറെ ആളെ നോക്കിയാ മതി. റോയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോക്ക്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവർ സ്മാർട്ട് ആക്കാൻ ശ്രമിക്കരുത്. തനിക്ക് അല്പം ബുദ്ധിയുണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. സ്നേഹമുള്ളവരോട് ഒരൽപ്പം സ്വാതന്ത്ര്യത്തോട് പെരുമാറിയാൽ അത് തെറ്റല്ലെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റി. എന്നോട് ക്ഷമിക്കും. പഠിക്കാനൊന്നും പറഞ്ഞിട്ട് നീ ഇവിടെ നോക്കാണോ? ഞാൻ ഇത്രയും നേരം പഠിക്കുകയായിരുന്നു. റിസൾട്ട് വരുന്നത് വല്ലതും എന്നെ നടക്കുമല്ലോ. ബീനക്കുഞ്ഞെ, എന്താണ് കുട്ടി? ഞാൻ ബീനക്കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 200 രൂപ കടം തരാവോ? അയ്യോ, അമ്മക്കുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഒരു സാരി എങ്കിലും വാങ്ങി കൊടുക്കുന്നെങ്കിൽ അത് എന്റെ ഒന്നും എവിടുന്ന അമ്മക്കുട്ടി. ഞാൻ വരുന്ന വെച്ചി അമ്മക്കുട്ടിക്ക് അമ്മച്ചോട് ചോദിക്കുന്നു. അയ്യോ കുഞ്ഞെ, ഞാൻ കാശ് വെച്ചാലും അമ്മച്ചോട് പറയല്ലേ. ഇപ്പൊ തന്നെ 170 രൂപ അധികമാ പറ്റിയിരിക്കുന്നത്. അമ്മക്കുട്ടി, അന്നക്കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കെ. കാശ് ഞാൻ ഒപ്പിച്ചുതരാം. അപ്പച്ചന്റെ അടുത്ത് മേടിച്ചു തരാം. കുഞ്ഞെ, എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത്. ഞാൻ പറയത്തില്ല, പക്ഷെ കുഞ്ഞു പറയാതിരുന്നോ മതി. ഞാൻ പറയല്ല, കുഞ്ഞാണ് സത്യം, ഞാൻ പറയല. അപ്പച്ചൻ ഡാൻസ് ചെയ്യാണോ? അല്ല, എക്സസൈസ്. എന്ന് രാവിലെ ചെയ്യാറുണ്ടോ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നെന്ന്. ആരെ കൊണ്ട് പറ്റും? വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏരിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ? ഇല്ല. തങ്കച്ചനും റോയിച്ചനും അവരെ എണീറ്റിലും തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശി തീർക്കായിരിക്കും. തീർക്കട്ടെ, തീർക്കട്ടെ, തീർക്കട്ടെ. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു? അതെന്താ, അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല അപ്പച്ച, അതല്ല അപ്പച്ച. അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമാണ്. ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാമെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റുനിന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ. അതെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച, ഒരു 10 രൂപ ഞാൻ കൊടുത്തേരെ. അവൾക്ക് ഇഷ്ടമുള്ള അവളെ മേടിച്ചോട്ടെ. മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട. അന്നക്കുട്ടി, എന്താ ഉമ്മമ്മച്ചും ചേച്ചിയും പള്ളിയിൽ പോയിട്ട് വന്നില്ലേ? വന്നില്ലേ?
ഞാൻ അപ്പച്ചനോട് അനിക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. 5 മുതൽ ഞാനല്ലേ വിളിക്കുന്നു. വല്ലതും പറയും. ഒന്നും പറയല. വാ അമ്മച്ചി പള്ളിയിൽ വരാറായിട്ടുണ്ടോ? അപ്പച്ചന് രൂപ ആരോട് പറയരുത്. ഞാൻ ആരോടും പറയില്ല. ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത്? ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു. എത്ര നേരമായിരുന്നില്ലേ? 3 കൊല്ലത്തില്ലേ? ഞാൻ വൈകുന്നേരം വെക്കണം. അമ്മച്ചി ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോണ്ട. എന്താ മോളെ? പറയുന്നത് വിഷമമുണ്ട്. എന്നെ പറയാതിരുന്ന അതിലും വിഷമമല്ലേ? എന്താ ആ അന്നക്കുട്ടി അപ്പച്ചനെ മുറിയിലോട്ട് ചെന്നിട്ട് കുറെ നേരമായി. അല്ല ഒന്നുമില്ലായിരിക്കാം. അമ്മച്ചിയുടെ ശുദ്ധവഴിക്ക് ഒന്നും തോന്നിയല്ല. എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ. പോയിട്ട് വേഗം വരണേ. ആ ശരി മഹാളി. അമ്മച്ചി 95 എന്തുകൊണ്ടാ മുതലാളി? വേണ്ട അമ്മച്ചി, ഇപ്പൊ ഒച്ചപ്പാടിനൊന്നും പോണ്ട. സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി. സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ. എനിക്ക് പരിഭവമില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് വലിയ പണ്ടാറടങ്ങലായി പോയില്ലോ എന്നെ ദൈവമേ. എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നോളൂ. ഇതിന് നശിപ്പ്. ഓ അന്നക്കുട്ടി, അന്നക്കുട്ടി. എന്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്റെ കണ്ണു വെട്ടിച്ച്. ഏലുകുട്ടി, നീ എന്തോ പറയണേ? നിങ്ങളൊന്നും മിണ്ടരുത്. ഏലുകുട്ടി, നിക്കവിടെ നിക്ക്. മുതലാളിക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ നിമിഷം ഏലുകുട്ടി, നിനക്കെന്താ വട്ടുണ്ടോ? എനിക്കല്ലേ വട്ടം, നിങ്ങൾക്കാ. മോനെ, എന്താ പറ്റി? കാര്യം എന്താ? മോനെ, നിങ്ങളുടെ അപ്പച്ചൻ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലടോ. കാര്യം എന്താണെന്ന് പറ. പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ എന്ന് വലിയ പറമ്പിലെ ചേട്ടത്തി എന്നോട് പറഞ്ഞതാ. നിങ്ങളെയായിരുന്നു എനിക്ക് പേടി. ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ കർത്താവേ, ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഈ ഗതിയാണോ മോലാളി? ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനാകാൻ നോക്കി വീണായിരുന്നില്ലയോ? മുറി വിളിച്ചു വരുത്തി നിങ്ങൾ ഇവക്ക് രൂപ കൊടുക്കുമ്പോ ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാ ദൈവം ഇപ്പോഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത്. സ്വഭാവ ചെയ്ത് ഞാൻ 6-ാം പ്രമാണം തെറ്റിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാൻ കർത്താവേ? എന്താ ഇതൊക്കെ? നോക്ക് മക്കളെ, ഇവൾക്ക് മുഴുവൻ ഭ്രാന്ത. ഇവളെ കൊണ്ടുപോയി ചങ്ങലക്കിട്ടാ. ഞാനിവിടെ വന്നു എന്നുള്ളതും ഇവളെ തൊട്ടു എന്നുള്ളതും സത്യ. ഇവള് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു മോനെ, ഇനി ഞാൻ ശരിക്കുള്ളൊരു സത്യം
എന്റെ പൊന്നുമണി ചെയ്ത തെറ്റി ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. അയ്യോ എന്റെ കർത്താവേ. എന്റെ ദൈവമേ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇനി നീ മിണ്ടി പോകരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങൾ എന്നെ കൊല്ലു മനുഷ്യ. ഇതിലും ഭേദം അതാ. ഞാൻ ചത്താ നിങ്ങൾക്ക് അവളോടൊപ്പം കൊടുക്കാമല്ലോ. എന്റെ അന്റെ കുട്ടി ഞാൻ എന്തായി കേക്കണേ? ഞാനല്ലല്ലോ അമ്മച്ചിയല്ലേ ആവശ്യമില്ലാതെ. എന്റെ മോളെ നീ എന്നാ? അയ്യോ കർത്താവേ, ഇതുപോലെ കടന്ന കൈയായി പോയി.